വെൽക്കം ടു ജാസസ് ഫുഡ് ബുക്ക്. നമുക്ക് നല്ലൊരു 4 മണി പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഉണ്ടാക്കുന്നത് അടയ്ക്കാപ്പമാണ്. ഇത് മിക്കവർക്കും അറിയുന്നതായിരിക്കുള്ളൂ, മിക്കവരും ചെയ്യുന്ന റെസിപ്പി ആയിരിക്കുള്ളൂ. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് അടയ്ക്കാപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 കപ്പ് മൈദപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പ് തേങ്ങ, ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, നല്ല ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. അതായത് ചെറിയ ജീരകത്തിൻ്റെ പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുക. ഇതിലേക്ക് ഞാനിവിടെ ഒരു ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കുത്തി കൊടുക്കാം. ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ഈ കൂട്ടൊന്ന് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര നീര് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം, ഒരു ശർക്കര 1/4 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തിട്ടുണ്ട്. ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ചൂടാറിയതിന് ശേഷമാണ് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ഒഴിച്ചതിന് ശേഷം നമുക്ക് കുഴച്ചെടുക്കാം. മൊത്തത്തിൽ ഒഴിച്ചിട്ടില്ല, ഒന്ന് കുഴച്ച് കൊടുത്തതിന് ശേഷം ബാക്കി പോരാത്ത നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇടിയപ്പത്തിൻ്റെയൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ശർക്കര ഉരുക്കാൻ വേണ്ടി വെച്ചത്. 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൻ്റെ കുറവുണ്ടായി കേട്ടോ. ഞാനിപ്പോൾ എക്സ്ട്രാ 1 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടാണ് ഒന്ന് ഇങ്ങനെ ശരിയാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ശർക്കര നീര് ഒഴിച്ചിട്ട് വെള്ളം പോരായൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നിങ്ങൾക്ക് നനച്ച് കൊടുത്തിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. ഇതാണ് പരുവെന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ തടയുക. ശേഷം ഇതിൽ നിന്ന് കുറേശ്ശെ മാവ് എടുത്തിട്ട് കയ്യിലിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. നല്ല മിനുസമുള്ള ബോൾ പോലെ ആക്കുക. ഇതേപോലെയാണ് ഇത് ഉരുട്ടിയെടുക്കേണ്ടത്. നമ്മൾ തോട് നീക്കിയ അടയ്ക്കില്ലേ, അടക്കയുടെ വലുപ്പത്തിലാണ് ഇത് ഉരുട്ടിയെടുക്കേണ്ടത്. അങ്ങനെയാണ് അടയ്ക്കാപ്പം എന്ന് പറയുക. അപ്പോൾ ഇതേപോലെ എല്ലാം ഉരുട്ടിയെടുക്കുക. അപ്പോൾ എല്ലാം ഇതേപോലെ ചെറിയ ബോളാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഇനി നമുക്ക് അടയ്ക്കാപ്പം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചെയ്യുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. അതൊന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് വെന്ത് കിട്ടൂല.
രണ്ട് സൈഡും ബ്രൗൺ കളർ ആവുന്ന വരെ മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലിടരുത്, അപ്പോൾ ഉള്ളിലേക്ക് വേവാണ്ട് പുറമേ മാത്രം മുരിയുള്ളൂ. അപ്പോൾ നമ്മുടെ അടയ്ക്കാപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കാം. എണ്ണ പോരായിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. സാലു കിച്ചണിലെ സമീർത്താണ്. സമീർത്താനെ പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ, എല്ലാവർക്കും അറിയുന്നതാണ് സമീർത്താനെ. അപ്പോൾ സമീർത്ത ഒരു 4 ദിവസത്തിന് വേണ്ടിയിട്ട് ദുബായിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച സമീർത്താക്ക് ഷാർജയിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഷാർജയിലെത്തിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമീർത്താനെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. സമീർത്താനെയും സമീർത്തയുടെ കുടുംബത്തിനെയൊക്കെ പരിചയപ്പെടാൻ പറ്റി. അതുപോലെ തന്നെ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ തമ്മിൽ കാണാനും സംസാരിക്കാനൊക്കെ ചെറിയൊരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണത്. അപ്പോൾ സമീർത്ത് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു, അതുപോലെ തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.